തിരഞ്ഞെടുപ്പിൽ മത്സരം രാഷ്ട്രീയമാണ്, വ്യക്തിഗതമല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിലമ്പൂരിലേത് കേരളത്തിലെ LDF സർക്കാരിനെതിരായ ജനവിധിയായിരിക്കും. സർക്കാരിന്റെ വിലയിരുത്തൽ ആയിരിക്കുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. ഒരു തവണ തൃപ്പുണിത്തറയിൽ ജനം തള്ളിയ വ്യക്തിയാണ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയെന്നും അവിടെ UDF പൂർണ്ണ സജ്ജമാണെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ UDF തുറന്നുകാട്ടിയിട്ടുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനവികാരം എവിടെ നിൽക്കുന്നുവെന്ന് നാം കണ്ടതാണ്. ചേലക്കരയിലും LDFന്റെ ജനപിന്തുണ ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. ലോക്സഭ, അസംബ്ലി, തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFനാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. അത് നിലമ്പൂരിലും ആവർത്തിക്കും. UDFന്റെ ആത്മവിശ്വാസം വലുതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ഇത് കേരളത്തിലെ LDF സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി പരിഗണിക്കുമല്ലോ. അത് എന്താ പറഞ്ഞേ? എന്നാൽ അതാണെന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം പോരാ. സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും, 4 വർഷം പിന്നിട്ട സർക്കാരിനെ വിലയിരുത്തലായിരിക്കും എന്ന് പറയാൻ ഇപ്പോഴും പിണറായി വിജയന് ധൈര്യം പോരാ. പക്ഷേ UDF പറയുന്നു ഇത് സർക്കാരിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പുതുപ്പള്ളിയിലും പാലക്കാട്ടും തൃക്കാക്കരയും ആവർത്തിച്ച ജനവിധി നിലമ്പൂരിൽ ആവർത്തിക്കും. അതിന് ഞങ്ങൾ എല്ലാ തരത്തിലും സജ്ജമാണ്, വളരെ സജീവമാണ്, വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അവർ നിർബന്ധിതരായി, പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു. സംസ്ഥാന കമ്മിറ്റിക്കും അഖിലേന്ത്യാ നേതൃത്വത്തിനും 2 കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായല്ലോ. വോട്ടിലൊരിക്കലും ജാതിയില്ലല്ലോ. വോട്ട് ജനങ്ങളുടെ വോട്ടല്ലേ, പൗരന്മാരുടെ വോട്ടാണ്. രാജീവ് ഗാന്ധിയാണ് 18 വയസ്സിൽ വോട്ട്. അതിൽ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. ആസ് ഫാർ ആസ് കോൺഗ്രസ് ഈസ് കൺസേൺ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, വോട്ടെല്ലാം പൗരന്മാരുടെ വോട്ടാണ്, ജനാധിപത്യത്തിൻ്റെ അവകാശമാണ്. ആദ്യം മത്സരിക്കില്ലെന്നും പിന്നീട് മത്സരിക്കുമെന്നും പറഞ്ഞ അൻവറിന്റെ നിലപാടിലെ ചാഞ്ചാട്ടം വ്യക്തമാണ്. LDF ഭരണത്തിനെതിരായ ജനവികാരത്തെ ഏകോപിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ ജനം UDFനൊപ്പം നിൽക്കും. വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സന്ദർശിച്ചത് കോൺഗ്രസിന്റെയോ UDFന്റെയോ നിർദ്ദേശപ്രകാരമല്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നെന്ന് കരുതുന്നു. പിണറായിക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായ ജനകീയ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ആ തലത്തിലുള്ള പ്രതിഫലനമായിരിക്കാം സന്ദർശനം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി താൻ ബന്ധപ്പെട്ടിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. നിലമ്പൂരിൽ 50% വോട്ട് UDF നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.